നമസ്കാരം. പലപ്പോഴും രോഗികൾ നമ്മുടെയൊക്കെ വന്ന് ഒ പി വന്ന് പറയും, ഡോക്ടർ എൻ്റെ സ്കിൻ കറുക്കുന്നു, അത് ഈ മരുന്ന് കൊണ്ടാണ്. അപ്പോൾ നമുക്കറിയാം പലപ്പോഴും മരുന്ന് കൊണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എല്ലാതെയും പലതരത്തിൽ കറുപ്പ് വരാം. അതുകൊണ്ട് ആ മരുന്ന് നിർത്തണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ എപ്പോഴും നമുക്ക് വരും. എന്ത് മരുന്ന് കഴിക്കുമ്പോഴാണ് ഇങ്ങനെ കറുക്കുന്നത്, അതിന് നമുക്ക് വരാതെ നോക്കാൻ എന്ത് ചെയ്യാം? ഈ പലപ്പോഴും രോഗികൾ ഈ HCQ എന്ന് പറയുന്ന മരുന്ന് കഴിക്കുമ്പോഴാണ് ഇത് കറുപ്പുണ്ടാകുന്നത്. കറുപ്പുണ്ടാകുന്ന എല്ലാവർക്കും ഉണ്ടാകത്തില്ല, പക്ഷേ ഒരു 10-20-25% ആളുകൾക്കൊക്കെ ഈ കറുപ്പ് പോലെ ഉണ്ടാകാം. അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് വെച്ചാൽ ഹൈഡ്രോക്സിക്ലോറോക്വിൻ നമ്മുടെ സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷൻ നൽകുന്നത് ഈ മെലാനിൻ എന്ന് പറയുന്നൊരു പാർട്ടിക്കിളാണ്. ഈ HCQ മെലാനിനും ചേർന്നിട്ട് സ്കിൻ്റെ അടി ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ സൺലൈറ്റ് കൂടി വീണ് കഴിയുമ്പോഴാണ് പലപ്പോഴും ഈ പിഗ്മെൻറ്റേഷൻ വരുന്നത്. ഈ പിഗ്മെൻറ്റേഷൻ എന്ന് വെച്ചാൽ കുറച്ച് കറുപ്പെന്ന് പറയാൻ പറ്റില്ല, ഒരു ചാരനിറത്തിലുള്ള നീലക്കളർ, ബ്ലൂ ഗ്രേ, ചാരനിറത്തിലുള്ള ബ്ലൂ എന്ന് പറയാം. ഒരു ചെറിയ കറുപ്പല്ലത്, ഒരു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, കുറച്ച് ടാനിങ് എന്ന് വിളിക്കാം. ഒരു ടാൻ പോലെ മുഖത്തും കൈകളിലും ഒക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. കാലിൻ്റെ ഇവിടെയുമാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ HCQ കഴിക്കുന്നവരിൽ ഒരു 20%-30% ആൾക്കാർക്ക് ഇത് വരാം. ഇത് പെട്ടെന്ന് വരില്ല. യൂഷ്വലി വരുന്നത് 1 വർഷമോ 2 വർഷമോ 3 വർഷമോ ലോങ് ടേമിൽ കഴിക്കുമ്പോഴാണ് ഈ കറുപ്പ് കളർ വരുന്നത്, ഈ കളർ വരുന്നത്, ടാനിങ് വരുന്നത്. അപ്പോൾ രോഗികൾ നമ്മുടെ വന്ന് പറയുമ്പോൾ, കാരണം വാതരോഗം കൂടുതലും ഫീമെയിൽസിനാണല്ലോ, അപ്പോൾ അവർക്ക് ഈ ഒരു കളറിൻ്റെ സ്കിൻ്റെ ടോൺ കുറയുന്നത് വെച്ചാൽ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ നമ്മുടെ വന്ന് പറയും. അപ്പോൾ ഇത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം, എന്താണ് ഇതിൻ്റെ റിസ്ക്? പക്ഷേ നമ്മൾ ഒരു കാര്യം ആദ്യമായിട്ട് പറയുന്നത് വെച്ചാൽ ഞാൻ കറക്കുന്നു, എനിക്ക് ലിവറിനും കിഡ്നിക്ക് വല്ല പ്രശ്നം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കറക്കുന്നത്. ഒരിക്കലുമില്ല. ഇത് HCQൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ്. അത് HCQ കഴിച്ചിട്ട് വെയിൽ കൊണ്ട് കഴിയുമ്പോഴാണ് പലപ്പോഴും ഇത് വരുന്നത്. അതുകൊണ്ട് ഇതിൽ നമ്മൾ ചെയ്യേണ്ടത്, ഒന്ന്, നിങ്ങൾ റീഅഷ്യൂർഡ് ആകുക, നിങ്ങൾക്ക് ഇൻറ്റേർണൽ ഓർഗൻസിന് ഒരു ഡാമേജും ഈ HCQ കഴിച്ചുകൊണ്ട് വരത്തില്ല, അല്ലെങ്കിൽ കറുപ്പും ഇൻറ്റേർണൽ ഓർഗൻസിന് ഡാമേജ് ആയിട്ട് ഒരു ബന്ധമില്ല. പലപ്പോഴും നമ്മൾ നോക്കുന്നത് സ്കിന്നിൻ്റെ ഒരു ഡിസ്കളറേഷൻ ഒരു മൈനർ സൈഡ് എഫക്റ്റ് ആയിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ആളുകൾക്ക് സൈക്കോളജിക്കലി പ്രശ്നമാണെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ്, ഫോർ എക്സാമ്പിൾ SLE എന്നുള്ള അസുഖത്തിന് HCQ ഭയങ്കര ലൈഫ് സേവിങ് ആണ്. HCQ കഴിക്കാത്ത ആളുകൾക്ക് SLE രോഗം കൂടാനും കിഡ്നി എഫക്റ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കരമായ റിസ്ക് വരും. അപ്പോൾ SLE എന്നുള്ള രോഗത്തിൽ പലപ്പോഴും നമ്മൾ HCQ കണ്ടിന്യൂ ചെയ്യുക, ഒരു ചെറിയ ഡോസിൽ 1-2 അത് കണ്ടിന്യൂ ചെയ്യുക എന്ന് തന്നെയാണ് എല്ലാ റെക്കമെൻഡേഷൻസും വേൾഡ് ഓവർ പറയുന്നത്. നമ്മുടെ തന്നെ എക്സ്പീരിയൻസിൽ അങ്ങനെ തന്നെയാണ് കണ്ടുവരുന്നത്. HCQ നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള മരുന്നുകളുടെ ഡോസ് കൂട്ടേണ്ടി വരും. അങ്ങനെ മരുന്ന് കൂട്ടുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് വേറെ വരും. അപ്പോൾ അതിനേക്കാളും HCQ ചെറിയ ഡോസിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് തന്നെയാണ് നല്ലത്. മാത്രമല്ലെങ്കിൽ അസുഖത്തിൻ്റെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പലപ്പോഴും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിലേക്ക് നമുക്ക് ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് ഉണ്ട്. HCQ വളരെ മൈൽഡ് ചെറിയ ഡോസിൽ കഴിച്ച് ചെറിയ കറുപ്പൊക്കെയാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് ഒരു മൈനർ സൈഡ് എഫക്റ്റ് ആണ്, വലിയ കുഴപ്പമില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളൂ എന്ന് പറയുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഇത് വരാതിരിക്കാനുള്ള കുറച്ച് മെത്തേഡ്സ് ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, ഡോസ് 5 to 6 mg/kg ആണ് ഇതിൻ്റെ ഡോസ് നമ്മൾ കഴിക്കേണ്ടത്. പലപ്പോഴും നിങ്ങളുടെ വെയിറ്റ് അനുസരിച്ച് നമുക്ക് ഡോസ് കുറയ്ക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് 50 കിലോ 60 കിലോ ഒക്കെ ഉള്ളൂ എങ്കിൽ പലപ്പോഴും ഒരു 250-300 mg മതിയാകും. സാധാരണ ഡോസ് 200 മുതൽ 400 വരെയാണെങ്കിൽ നമുക്ക് ഡോസ് കുറയ്ക്കാൻ പറ്റും. 200 mg-ഓ 300 mg-ഓ ചെറിയ ഡോസ്. ചിലർക്ക് 200 തന്നെ ആഴ്ചയിൽ 5 ദിവസമൊക്കെ മതിയാകും. ഒരു 30 കിലോ വെയിറ്റ് ഉള്ളവർക്കാണെങ്കിൽ 30 × 150 അപ്പം അതനുസരിച്ച് നമുക്ക് ഡോസ് കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ് ഈ ടാനിങ് ഒഴിവാക്കാനുള്ള ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ്, സൂര്യപ്രകാശത്തിൽ പോകുന്നത് കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു മെത്തേഡ്. വെയിലത്ത് കണ്ടമാനം പോകാതിരിക്കുക, അതുപോലെ സൂര്യപ്രകാശത്തിൽ പോകുന്നത് അവോയ്ഡ് ചെയ്യുക. ഈ 2 കാര്യങ്ങൾ കൊണ്ട് ഒരു പരിധി വരെ ഇത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ചിലർ പിഗ്മെൻറ്റേഷൻ, പിന്നെ വേറൊരാളുടെ ഒരു പ്രത്യേക പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വന്നു കഴിഞ്ഞാൽ ലൈഫ് ലോങ് നിൽക്കുമോ? ഒരിക്കലുമില്ല. നിങ്ങൾക്ക് അത്രയും സൈക്കോളജിക്കലായിട്ട് പ്രശ്നമാണ്, ഇതൊരു മേജർ സൈഡ് എഫക്റ്റ് ആണ്. എനിക്ക് പലപ്പോഴും ചിലർക്ക് ഫിലിമിലൊക്കെ അഭിനയിക്കുന്നവർക്ക് അറിയാം, അപ്പോൾ അവർക്കൊക്കെ കരിയറിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് അങ്ങനെയുള്ളവർക്ക് HCQ ഡെഫിനറ്റ്ലി കുറച്ച് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ഒരു 6 months to 1 year ഡെഫിനറ്റ്ലി ഈ പിഗ്മെൻറ്റേഷൻ പോവുകയും പഴയ സ്കിൻ ടോൺ തിരിച്ച് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വറി ചെയ്യേണ്ട കാര്യമില്ല. ഈ പിഗ്മെൻറ്റേഷൻ വരുന്ന ഈ ഗുളിക കൊണ്ടാണ്. അത് വരാതിരിക്കാനുള്ള മെത്തേഡ്സ് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നിർത്തിക്കഴിഞ്ഞാൽ ശരിയാകുകയും ചെയ്യും. പക്ഷേ എപ്പോഴും നമ്മൾ ഓർക്കുക, ഈ സ്കിൻ പിഗ്മെൻറ്റേഷൻ എന്ന് വെച്ചാൽ പലപ്പോഴും മേജർ നിങ്ങൾക്ക് അസുഖം ഉള്ളതൊരു സീരിയസ് ആയിട്ടുള്ള അസുഖമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ HCQൻ്റെ ടാനിങ്, ചെറിയ രീതിയിലുള്ള ടാനിങ് ഒക്കെ ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുക എന്നുള്ളതായിരിക്കും നല്ലത്. കാരണം അത് വളരെ വേറെ ഇൻറ്റേർണൽ ഓർഗൻസിനോ വേറെ ഒന്നും മേജർ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു മരുന്നാണ് ഹൈഡ്രോക്സിക്ലോറോക്വിൻ.